ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ ദേശക്കാരെയാണ് ആദ്യമത്തെ പേട്ടകെട്ട്. അതാണ് ഇപ്പോൾ എരുമേലി വലിയ അമ്പലത്തിൻ്റെ കവാടത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മഹിഷി നിഗ്രഹ ശേഷമുള്ള ആനന്ദ നൃത്തമായിട്ടാണ് എരുമേലി പേട്ടതുള്ളൽ. ഇതാണ് ആ പേട്ടതുള്ളലിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം. ജനുവരി 11-ാം തീയതി നടക്കുന്ന ഈ വലിയ വേട്ടകെട്ടിൽ അമ്പലപ്പുഴ സംഘത്തിൻ്റെ കൂടെ 3 ആനകളാണ് അണിനിരക്കാറുള്ളത്. ഇപ്പോൾ ആനകൾ വലിയ അമ്പലത്തിൻ്റെ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പേട്ടതുള്ളൽ വലിയ അമ്പലത്തിൻ്റെ നടപ്പന്തലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ചെറിയ അമ്പലത്തിൽ നിന്ന് തുടങ്ങി വലിയ അമ്പലം വരെയുള്ള ഈ ഒരു പേട്ടതുള്ളൽ കുറഞ്ഞ ദൂരമാണെങ്കിലും മണിക്കൂറുകൾ എടുത്താണ് പേട്ടതുള്ളലിൽ ആളുകൾ ഇവിടെ എത്തുന്നത്. ആനകൾ വലിയ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിശ്ചയം 1 തൊട്ട് തുടങ്ങി എരുമേലിയുടെ താളമായ ചെണ്ടമേളം മുറുകയാണ്. കാണാൻ പോകുന്നത് ഉച്ചതിരിഞ്ഞുള്ള ആലങ്ങോട്ട് ദേശക്കാരുടെ പേട്ടതുള്ളലാണ്. അതായത് അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയരായിട്ടുള്ള ആലങ്ങോട്ട് ദേശക്കാരുടെ പേട്ടതുള്ളലാണ് ഇനി നടക്കാൻ പോകുന്നത്. പേട്ട സംഘം വാവരുപള്ളിയുടെ മുൻവശത്ത് എത്തിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തൊട്ടു പുറകിലായി കാണുന്നതാണ് കൊച്ചമ്പലത്തിൻ്റെ കവാടം. അമ്പലപ്പുഴ സംഘം പേട്ട തുള്ളുന്നതെങ്കിൽ ആലങ്ങോട്ട് ദേശക്കാർ ശുഭ്രവസ്ത്രധാരികളായി ചന്ദനം പൂശിയാണ് പേട്ട തുള്ളുന്നത്. രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന എരുമേലിക്കാരുടെ ആഘോഷങ്ങളുടെ മെയിൻ ദിവസമാണ് എരുമേലി വലിയ പേട്ടകെട്ട്. 2 മാസം എന്നുള്ള ഈ ഒരു ചെറിയ കാലയളവിൽ ലക്ഷക്കണക്കിന് ആളുകൾ പല പല നാടുകളിൽ നിന്ന് വരുന്ന ഇത്രയും ചെറിയൊരു ഗ്രാമം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു നാട്ടിൽ ചെന്നാലും എരുമേലിക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണെന്നൊരു മറുചോദ്യം ഉണ്ടാകാറേ ഇല്ല. ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് കാത്തിരിക്കുന്നത് ഭക്തജനങ്ങൾ മാത്രമല്ല, എരുമേലിയും സമീപ പ്രദേശത്തുമുള്ള കച്ചവടക്കാരോടാണ്. അപ്പോൾ നമുക്കും അടുത്ത ഒരു സീസണിലേക്ക് കാത്തിരിക്കാം.